വരുൺ വരുൺ ഒന്ന് നീറ്റ്. എന്താടോ താൻ കിടന്നില്ലേ ഇതുവരെ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എഴുന്നേക്ക്. എന്താ? അന്നൊരു ദിവസം വരുൺ എന്നോട് പറഞ്ഞില്ലേ ഞാൻ ശരിക്കും ശ്യാമ മാഡത്തിന്റെ മോള് തന്നെയാണെന്ന്? അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു പറഞ്ഞു എനിക്ക് ഉറപ്പല്ലേ. എന്താ അങ്ങനെ പറഞ്ഞെന്ന് പറ. എല്ലാവരും സാമ്പത്തികത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അല്ല അല്ല, അന്ന് വരുൺ സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാൻ നിർത്താൻ പറഞ്ഞതാ. അതുകൊണ്ടാ വരുൺ നിർത്തിയത്. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ എന്തെങ്കിലും സംശയം തോന്നിയിട്ടാണോ? എടോ നല്ല രാത്രിയായി, താൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല വരുൺ. പക്ഷേ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. എന്നെ കൊണ്ടേ കുഴി ചടിച്ചിട്ട് പോത്തുപോലെ കിടന്നുറങ്ങാനാണോ? ഞാൻ എന്ത് കുഴി ചടിച്ചെന്ന് പറയുന്നേ? എന്താ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയല്ലേ ഇരിക്കുന്നേ? ഒരു ബന്ധമില്ലാത്ത രണ്ടുപേരും ഇങ്ങനെ ഒരുപോലൊക്കെ ഇരിക്കോ? ഒരാളെ പോലെ 7 പേര് ലോകത്തുണ്ടെന്നല്ലേ പറയാറ്. എന്നിട്ട് വരുണിനെ പോലത്തെ 7 പേരെ വരുൺ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ എവിടെ താമസിക്കുന്നേ? എനിക്ക് പോയൊന്ന് കാണാനാ. ഒരു പഴഞ്ചൊല്ലും പറഞ്ഞോണ്ട് വന്നോളും. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ എന്റെ കൂട്ടിന് നിൽക്കണ്ടേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാ എങ്ങനെ കൂട്ടിന് നിൽക്കുന്നേ? കഷ്ടമുണ്ട് കേട്ടോ. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചുറ്റും നിൽക്കുന്ന എല്ലാരും പറയും. ഒന്ന് സമ്മതിച്ചാലത്തെ ഏട്ടത്തെ പോലും പറഞ്ഞു ഞാനും ശ്യാമ മേഡം ഏകദേശം ഒരുപോലെയാണെന്ന്. അതും സത്യമല്ലേ? പിന്നെ തമ്മിൽ മുഖാമുഖം നോക്കി കണ്ടതല്ലേ? അല്ല, ശ്യാമ മേഡത്തിന്റെ മോഡലാന്ന് താനല്ലേ പറഞ്ഞത്? പിന്നെ തന്നെ ഇപ്പൊ എങ്ങനെയാ സംശയം? അതൊക്കെ ഞാൻ പറഞ്ഞു. എന്നാലും ഇതിനൊക്കെ ഒരു ഉത്തരം വേണ്ടേ? ഒരു കാര്യം ചെയ്യേ, താൻ ആലോചിച്ചിരുന്നൊരു ഉത്തരം കണ്ടുപിടിക്കേ. എനിക്ക് ഉറക്കം വന്നിട്ട് കണ്ണടയ. ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഉത്തരം അറിയില്ലെങ്കിലും വെറുതെ ആലോചിക്കാനെങ്കിലും കൂടി ഇരുന്നൂടെ? തനിക്കെന്താ വട്ടുണ്ടോ? എടോ, ശ്യാമ മേഡം വേറെ എവിടെ കിടന്ന ഒരു സ്ത്രീയാ. അവർക്ക് മോളുമില്ല, താൻ അവരുടെ അമ്മയല്ല. ഇത് കേൾക്കുമ്പോഴാ എനിക്ക് ഇതാരാ ആദ്യം പറഞ്ഞു തുടങ്ങിയത്? വരണല്ലേ? വെറുതെ മനുഷ്യന്റെ മനസ്സിൽ ഓരോന്ന് തള്ളിക്കൊണ്ട് വന്നിട്ട് ഉറക്കം വരുന്നത്ര. ഞാനിപ്പോ എന്താ വേണ്ടത്? താൻ ഈ പറഞ്ഞ മണ്ടത്തരം അന്വേഷിക്കാൻ എവിടെയെങ്കിലും പോണോ? അല്ലെങ്കിൽ വേണ്ട, ഈ പാതിരാത്രി ഈ ശ്യാമാവടത്തിന്റെ അടുത്തേക്ക് ചെല്ലാം. ഇപ്പൊ നല്ല പരിചയമാണല്ലോ. എന്നിട്ട് നേരിട്ട് അമ്മയാണെന്ന് ചോദിക്കാം. എന്തൊക്കെയാ വരുൺ ഈ പറയുന്നേ? അതെ, എനിക്കറിയാവുന്ന പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഒക്കെ അതാ. വേണ്ട, കിടന്നോ. ഒറ്റയ്ക്ക് കിടന്നിറങ്ങുമ്പോ നല്ല സുഖമുണ്ടല്ലോ. ഒന്നും അന്വേഷിക്കില്ല, കിടന്നോ. പോ. താങ്ക് യു. അപ്പൊ ഗുഡ് നൈറ്റ്. മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ശ്യാമ മേഡം തൻ്റെ അമ്മയാണെന്നുള്ള കാര്യം തൻ്റെ മനസ്സിലാക്കിയേ പറ്റൂ. അതിനു വേണ്ടിയാ ആ പാവം വെയിറ്റ് ചെയ്യുന്നത്. എന്റെ കൃഷ്ണ, എന്നെ ഇങ്ങനെ വലക്കല്ലേ. എനിക്കൊരുത്തരം പറഞ്ഞതാ.